ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിക്കവേ തനിക്കെതിരെ ഉയരുന്ന വാർത്തകളെ ശക്തമായി നിഷേധിച്ച മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് രംഗത്തെത്തി. പ്രത്യേക അന്വേഷണ സംഘം തന്നെ 3 തവണ ചോദ്യം ചെയ്തുവെന്ന മാധ്യമ വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും വസ്തുതാവിരുദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മാധ്യമങ്ങൾ നൽകുന്ന തെറ്റായ വിവരങ്ങൾ പൊതുജനമധ്യത്തിൽ തന്നെയും ബോർഡിനെയും മോശമായി ചിത്രീകരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് അദ്ദേഹം ആരോപിച്ചു. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്നും എന്നാൽ വാർത്തകൾ ചമയ്ക്കരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പ്രത്യേക അന്വേഷണ സംഘം തന്നെ 3 തവണ ചോദ്യം ചെയ്തുവെന്ന വാർത്ത തികച്ചും തെറ്റാണെന്ന് പ്രശാന്ത് ചൂണ്ടിക്കാട്ടി. വാസ്തവത്തിൽ 1 തവണ മാത്രമാണ് SIT തന്റെ മൊഴി രേഖപ്പെടുത്തിയത്. വിശ്വസ്തതയുള്ള മുഖ്യധാര പത്രങ്ങൾ പോലും ഇത്തരം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഖേദകരമാണെന്ന് അദ്ദേഹം കുറിച്ചു. അന്വേഷണ ഏജൻസികൾക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും നൽകിയിട്ടുണ്ട്. 1 തവണ മൊഴി എടുത്തതിന് 3 തവണയാക്കി മാറ്റി കാണിക്കുന്നത് ബോധപൂർവമായ നീക്കമാണെന്ന് അദ്ദേഹം സംശയിക്കുന്നു. പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്താനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 2025 സന്നിധാനത്തെ ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരിട്ട് കൈമാറിയെന്ന വാർത്തയും പ്രശാന്ത് നിഷേധിച്ചു. ശില്പങ്ങൾ സ്വകാര്യ വ്യക്തികൾക്കോ സംഘത്തിനോ വിട്ടുകൊടുത്തിട്ടില്ല. തിരുവാഭരണം കമ്മീഷണർ, ദേവസ്വം വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി വിംഗ് എന്നിവരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് നടപടികൾ നടന്നത്. ദേവസ്വം ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അതീവ സുരക്ഷയുള്ള വാഹനത്തിലാണ് ഇവ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. സന്നിധാനത്ത് നിന്ന് ശില്പം മാറ്റുന്നത് മുതൽ അന്ന് പുനഃസ്ഥാപിക്കുന്നത് വരെ കൃത്യമായ മഹസർ രേഖകളും വീഡിയോ ചിത്രീകരണവും ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ശില്പങ്ങൾ മിനുക്കി തിരികെ സന്നിധാനത്ത് എത്തിച്ച പുനഃസ്ഥാപിച്ചാൽ സ്വർണത്തിന്റെ അളവ് കുറയുകയല്ല, മറിച്ച് കൂടുകയാണ് ചെയ്തതെന്ന് പ്രശാന്ത് അവകാശപ്പെട്ടു. ദ്വാരപാലക ശില്പപാളികളിലെ ആകെ തൂക്കത്തിലും അതിലടങ്ങിയ സ്വർണത്തിന്റെ അളവിലും വർധനവുണ്ടായി. ഇത് ദേവസ്വം ബോർഡിന് യാതൊരു സാമ്പത്തിക നഷ്ടവും വരുത്തിയിട്ടില്ല. ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷമാണ് ശില്പങ്ങൾ പുനഃസ്ഥാപിച്ചത്. ഇതിൽ അഴിമതി നടന്നു എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കാത്തതാണെന്നും കണക്കുകൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്കുണ്ടായ വീഴ്ചയിൽ ദേവസ്വം ബോർഡ് സെക്രട്ടറി കോടതിയിൽ മാപ്പ് പറഞ്ഞിരുന്നു. എന്നാൽ ഇത് അഴിമതി സമ്മതിക്കലല്ലെന്നും ഭരണപരമായ പിഴവ് മാത്രമാണെന്നുമാണ് പ്രശാന്തിന്റെ വിശദീകരണം. നടപടിക്രമങ്ങളിൽ വന്ന പാകപ്പിഴകൾ സ്വർണ്ണക്കുള്ളിയായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമായതുകൊണ്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് അദ്ദേഹം തയ്യാറായില്ല. എങ്കിലും മാധ്യമങ്ങൾ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തുടർന്നാൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. തന്നെയും തന്റെ ഭരണകാലത്തെ ഉദ്യോഗസ്ഥരെയും കൊടുക്കാൻ ബോധപൂർവമായ നീക്കം നടക്കുന്നുണ്ടെന്ന് പ്രശാന്ത് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ആരോപിച്ചിരുന്നു. രാഷ്ട്രീയമായ വേട്ടയാടലിന്റെ ഭാഗമായാണ് ഈ കേസുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ നിയമാനുസൃതമായി നടന്ന പ്രവർത്തനങ്ങളെ സ്വർണ്ണക്കൊള്ളയെന്ന് വിളിക്കുന്നത് ദുരുദ്ദേശപരമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നാണ് സൂചന. അന്വേഷണ സംഘം പ്രശാന്തിന്റെ മൊഴികൾ വിശദമായി പരിശോധിച്ചു വരികയാണ്.